വീഴ്ചകൾ വയോധികരുടെ ഒരു ഭാഗമാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. വയസ്സായാൽ വീഴും, അതൊരു തെറ്റിദ്ധാരണയാണ്. വീഴ്ച സംഭവിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ബാലൻസ് ഇല്ലായ്മ, വീക്ക് മസിൽസ്, അതിനേക്കാൾ ഉപരി നമുക്ക് മാറ്റാൻ പറ്റുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വീട്ടിലുള്ള പല സാഹചര്യങ്ങളാണ്. ഉദാഹരണത്തിന് ലൂസ് മാറ്റ്സ്, നമ്മൾ ചവിട്ടികൾ എന്ന് പറയില്ലേ, അത് സ്ലിപ്പറി ആയിട്ടുള്ള ചവിട്ടികൾ, അല്ലെങ്കിൽ സ്ലിപ്പറി ആയിട്ടുള്ള ബാത്റൂംസ്, അതല്ല എന്നുണ്ടെങ്കിൽ ലൈറ്റിംഗ് ഇല്ലാതെ കണ്ട് ഡിം ലൈറ്റ്സ്, പിന്നെ പെട്ടെന്ന് ഈ മൂത്രശങ്ക വരുമ്പോൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്ന ആ പോക്ക്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വീഴ്ചയുടെ കാരണങ്ങൾ. അപ്പം അത് നമുക്ക് തീർച്ചയായിട്ടും മാറ്റാവുന്നതേ ഉള്ളൂ. നല്ല ലൈറ്റിങ്, മുൻകൂട്ടി നമുക്ക് ആ ശങ്ക തോന്നുമ്പോൾ തന്നെ എഴുന്നേറ്റ് പതുക്കെ നടന്നു പോയി തുടങ്ങുക. ബാത്റൂമിലും ഈ പറഞ്ഞ മാതിരി വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് പിടിച്ചിറങ്ങാനുള്ള റെയിൽസ് വെക്കുക, ടോയ്ലറ്റിൻ്റെ അടുത്തും അവർക്ക് പിടിച്ചെഴുന്നേക്കാനുള്ള റെയിൽസ് വെക്കുക. ഇനി ചെറിയൊരു വാക്കിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. ഞാൻ ഒരുപാട് വയസ്സായിട്ടുള്ള പ്രത്യേകിച്ച് ആണുങ്ങൾ പറയും, വാക്കിംഗ് സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രായമായി എന്നുള്ള എല്ലാവരും അറിയില്ലേ. പക്ഷേ എല്ലാവരും അറിയുന്നതല്ലല്ലോ കാര്യം. നമുക്ക് നമ്മുടെ സേഫ്റ്റി അല്ലേ വലുത്. സോ ലെറ്റ്സ് ഏജ് സേഫ്ലി.